പുള്ളുവരെ വീണ കയ്യിലെടുക്കുമ്പോൾ തന്നെ മനസ്സ് എത്ര വലിയ വിഷമമുണ്ടെങ്കിലും നമ്മൾ മനസ്സ് ശാന്തമാവുന്നു എന്നുള്ള പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഒട്ടും കുഴൽ വിളിയും ഉരവയും ആർപ്പുമിടകലർത്തി ഒട്ടു വളരെ ഒന്നും നിറങ്ങളിൽ പട്ടുവർണ്ണിക്കവയ്യ. പുള്ളുവരെ വീണയ്ക്ക് എന്താ പേരെന്ന്? പുള്ളുവ വീണ എന്ന് നമ്മൾ പറയാറുണ്ട്. പുള്ളുവ വീണ തന്നെയാണ്. നമ്മൾ നമ്മുടെ പാട്ടിനിടയിലാണ് നമ്മളിതിനെ രുദ്രവീണ, കൈലാസ വീണ എന്നുള്ള ഐതിഹ്യം പറയുന്നത്. അല്ലാത്ത സമയത്ത് നമ്മളെല്ലാം ഇത് പുള്ളുവ വീണ എന്ന് തന്നെയാണ് പറയുക. പിന്നെ ഉടുമ്പിന്റെ തോല് ആണ് നമ്മൾ ഉടുമ്പിന്റെ തോലാണ് യഥാർത്ഥത്തിൽ. ഉടുമ്പിന്റെ ഒന്ന് കാണിക്കാവോ എന്തെങ്കിലും ഒരു? ഇത് ഉടുമ്പിന്റെ തോലെന്നാണ്. ഉടുമ്പിന്റെ തോലാണ്. അതാണ് അത്രയും ആ ഒരു വൈബ്രേഷൻ അത്രയും ഇതായിട്ട് അത് വലിച്ച് മുറുക്കി അല്ലേ എൻ്റെ പിറകുവശത്ത്. അതെ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പശുക്കിടാവിൻ്റെ കനം കുറഞ്ഞ തോല് ഉപയോഗിക്കും. അത് ഏതാണോ ലഭ്യത അതിനനുസരിച്ചിട്ടാണ് ചെയ്യുക. പിന്നെ വള്ളി ഇപ്പം കീന്തൽ വള്ളികൾ അല്ല, അതാണ് ചോദ്യം ചോദിക്കാനുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഇത് എന്താ പറയുക, ലോഹയുഗം അത് ആളുകൾക്ക് ഇപ്പോഴും വളരെ ഇൻഫർമേഷൻ ഇല്ല. ഇപ്പം ലോഹയുഗം എന്താ വെച്ചാൽ ഈ തന്ത്രികൾ എന്നല്ലേ പറയുന്നത്, അതൊന്ന് കാണിക്കാമോ? തന്ത്രി സ്ട്രിങ് എന്ന് പറയുന്നത് ഇതിന് മുമ്പ് എന്തായിരിക്കും അതാണ് കേൾക്കേണ്ടത്. ഇതിന് മുൻപെന്നല്ല കേട്ടോ, ഇപ്പോഴും കേരളത്തിലെ പല ദിക്കുകളിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. കീന്തൽ വള്ളികൾ കീന്തൽ വള്ളികൾ കാവുകളിൽ ഉണ്ടാകുന്ന തലമുടി നാര് പോലെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി വരുന്ന ഒരു വള്ളിയാണ്. ആ വെള്ളത്തിലിട്ട് പ്രത്യേകം പ്രോസസ്സ് ചെയ്ത് അതിനെ ഇന്ന് കാണുന്ന ഈ പറയുന്ന മെറ്റൽ സ്ട്രിങ്ങിന്റെ രൂപത്തിലേക്ക് ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകും. പക്ഷെ അത് പെട്ടെന്ന് പൊട്ടിപ്പോകില്ലായിരുന്നു. അങ്ങനെ ഒരു പഴക്കം പോലും ആ കീന്തൽ വള്ളിക്ക് ഉണ്ടായിരുന്നു. അത് കാവുകളിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വള്ളിയാണ്. ആ വള്ളി അതായത് എല്ലാ ഉൽപ്പന്നങ്ങളും ഇതിനകത്തുള്ള ഉപയോഗിച്ചിരിക്കുന്ന മുഴുവൻ സാധനങ്ങളും പ്രകൃതിയിൽ നിന്നും കാവുകളിൽ നിന്നും എല്ലാം ലഭ്യമാകുന്ന സാധനങ്ങൾ ഉപയോഗിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് നമ്മൾ ലഭ്യതകൾക്കനുസരിച്ച് ഇപ്പം നമ്മൾ എന്താ പറയുക, ഞാൻ പറഞ്ഞതുപോലെ പശുക്കിടാവിൻ്റെ തോലിലേക്കും എല്ലാം നമ്മൾ മാറി. മാരാരുടുക്കൂടുന്ന ആ ഉടുക്കിൻ്റെ ആ തോലിൻ്റെ അത്രയും കനം കുറഞ്ഞ തോലിലേക്കെല്ലാം നമ്മൾ മാറി എന്നുള്ളതാണ് സത്യം. അല്ല, അത് തീർച്ചയായിട്ടും നമ്മുടെ മനുഷ്യന്റെ അന്വേഷണങ്ങൾ അല്ലെങ്കിൽ മനുഷ്യന്റെ സംഭാവനകൾ എവിടെയെല്ലാം വരുന്നു അവിടെയെല്ലാം ഇതിന്റെ സംഗീതം പോലും മനുഷ്യൻ നമ്മൾ ഉണ്ടാക്കുന്നതാണല്ലോ എത്ര പറഞ്ഞാലും. അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന മാറ്റം അനിവാര്യമാണ്. പക്ഷേ ഇന്നും മാറ്റമില്ലാത്ത ഒരു ഇതിന്റെ താളക്രമങ്ങളാണ്. ഓക്കെ. വീണയുടെ താളക്രമങ്ങൾക്ക് ഈ പറഞ്ഞ കേരള ഉൽപ്പത്തിയുടെ പഴക്കമുണ്ടെങ്കിൽ പോലും തന്നെയും മാറ്റം വന്നിട്ടില്ല. പിന്നെ ഇത് വരമൊഴിയല്ല, വാമൊഴിയാണ്. അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. വരമൊഴിയല്ല, വാമൊഴിയാണ് നമ്മുടെ പുള്ളുവര ഗാനം അല്ലെ പുള്ളുവൻ പാട്ട് എന്ന് പറയുന്നത്. കാരണവന്മാരിൽ നിന്ന് മാത്രം പകർന്ന് കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു സംഭവം. ഒരു കാരണവരും എഴുതി സൂക്ഷിച്ചിട്ടില്ല. അതിപ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ 20ാമത്തെ വയസ്സിൽ ഇറങ്ങിയെന്ന് പറയുന്ന പോലെ ആ 20ാമത്തെ വയസ്സ് മുതൽ ഗുരുകാരണവന്മാരുടെ കൂടെ നടന്നും കണ്ടും കേട്ടും ആചരിച്ച് മനസ്സിലാക്കുന്നതാണ്. ഞാനൊരു കൗതുകത്തിൻ്റെ പേരിൽ ചോദിക്കുകയാണ്. കാരണം ഇപ്പം പുള്ളൂരുടെ അടുത്ത തലമുറ ഇത് തുടരാൻ എങ്ങനെ താല്പര്യം അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉറപ്പുമായിട്ടുണ്ട്? ഓ, ആരെങ്കിലും ഇപ്പോൾ ഓക്കെ. പക്ഷേ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ. അങ്ങനെ നമുക്കിത് കൈമാറ്റം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ.